ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റോബസ്റ്റ് പായാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ നേന്ത്രപ്പായ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. പിന്നെ ഇതിലോട്ട് ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ പാലും കുറച്ച് സൺഫ്ലവർ ഓയിൽ, സിന്നമോൺ പൗഡർ, വാനില എസൻസ്, അതേപോലെ എഗ്ഗും കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരെ ഒരു പാൻ ചൂടാക്കി എടുക്കുക. ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ തവിയായിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ഒരു സ്ലോ കുക്കിംഗ് ആണ്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം. ഒരു ഭാഗം വെന്ത് വന്നതിന് ശേഷം നമ്മളിത് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യാം. മൈദ ചേർക്കാതെയുള്ളൊരു പാൻ കേക്കിൻ്റെ റെസിപ്പി സെർച്ച് ചെയ്ത സമയത്ത് കിട്ടിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതിൽ നമ്മൾ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. നമുക്ക് അവസാനം വേണമെങ്കിൽ കുറച്ച് ഹണിയോ ചോക്ലേറ്റ് സിറപ്പോ എന്തെങ്കിലും ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കാം കേട്ടോ.